ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിൽ മെയ് 10 മുതൽ 20 വരെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഫ്ലവർ ഷോയും അതുപോലെ തന്നെ റോസ് ഗാർഡനിൽ റോസ് ഷോയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഇത് രണ്ടും കവർ ചെയ്യാം, വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട, അതുപോലെ തന്നെ എൻട്രി ഫീ എത്ര രൂപയാണ്, എങ്ങനെ ഇങ്ങോട്ടെത്താം, ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഊട്ടിയിലേക്ക് അതുപോലെ തന്നെ കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതെങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിൻഡ് വേണമെങ്കിൽ ഞാൻ മുകളിൽ ഈ സൈഡിൽ ഇടാൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ അത് എടുത്തു പോരാട്ടെ ഏറ്റവും നല്ലത്. കാരണം ചെക്ക് പോയിന്റിൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, അത് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ വിടുന്നുള്ളൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും ചെക്ക് ചെയ്യുന്നുണ്ട്. 1 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നീലഗിരി ജില്ലയിലേക്ക് കടത്തിവിടില്ല. അതിവിടെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് അത് മേടിക്കും. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളത് കൊണ്ടുവരാതിരിക്കുക. കുട്ടികളുടെ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ വാട്ടർ ബോട്ടിലൊക്കെ കരുതുക. 3 ലിറ്ററിൻ്റെ മുകളിലുള്ള കുപ്പികളായിട്ട് വെള്ളം ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വെള്ളമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യരുത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കപ്പിൾസ് ആണ് അല്ലെങ്കിൽ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബൈക്ക് എടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വണ്ടി നിർത്താനും ഇനി ബ്ലോക്ക് ആണെങ്കിൽ കൂടി ഇതുപോലെ ബ്ലോക്കുള്ള സമയത്തും നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്യാൻ വിചാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ പോലീസിനോട് ചോദിച്ചാൽ മതി. പാർക്കിംഗ് ഏരിയ എങ്ങോട്ടാ പോകേണ്ടത് എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് പോലീസുകാർ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് നിരക്ക് നോക്കാം. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 75 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുഷ്പങ്ങളുടെ ഒരു ലോകമാണ്. ചെറിയ ചെറിയ ഉദ്യാനങ്ങളിൽ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വരവേൽക്കുക പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കമാനങ്ങളാണ്. ഒരേ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരുപാട് കമാനങ്ങൾക്കുള്ളിലൂടെയാണ് നമ്മൾ പോവുക. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഈ മനോഹരമായിട്ടുള്ള വലിയ കമാനം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചെണ്ടുമല്ലി കൊണ്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കവാടമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചെണ്ടുമല്ലിയിൽ കൊണ്ടിട്ടുള്ള ഈ ഒരു കമാനവും അതിമനോഹരമാണെന്ന് പറയാതെ വയ്യ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതാ ഇവിടെ എഴുതിയിട്ടുണ്ടാവും 126ാമത് ഊട്ടി ഫ്ലവർ ഷോ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല റോസ് കൊണ്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ഈ ഒരു സൈഡിൽ ഫുള്ള് ഉള്ളത് ഫ്ലവറാണ്. അത് പല തരത്തിൽ, പല നിറത്തിൽ, പല ഇനങ്ങളിലായിട്ട് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കാണാനോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം. അത്യാവശ്യം ഫോണിൻ്റെ സ്റ്റോറേജ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ. കാരണം അത്രയ്ക്കും ചെറിയ ചെറിയ ഉദ്യാനങ്ങളും പല പല വെറൈറ്റി ഐറ്റംസുകളും ഇതിന് അകത്ത് ഉണ്ട്. ഏകദേശം 45,000-ഓളം ചെടിച്ചട്ടികളിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ എല്ലാം ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡിസ്നി വേൾഡിന്റെ മാതൃകയിൽ പുഷ്പങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു മാതൃകയുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ മിക്കി മൗസും എല്ലാതും ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഏകദേശം 35 അടി ഉയരമുണ്ട് കേട്ടോ ഈ ഒരു ഡിസ്നി വേൾഡ് കാസ്റ്റലിന്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80,000 റോസുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയ് 10 മുതൽ മെയ് 20 വരെ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, കാരണം അത്രയ്ക്കും തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഡിസ്നി വേൾഡ് കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഊട്ടി പൈതൃക തീവണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ അതേ ഒരു മാതൃക പുഷ്പം കൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് ഇത് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഉള്ളതാണ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇവിടെ കാട്ടുതേന്, ചെറുതേന്, അതുപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള പൈതൃകമായിട്ടുള്ള പല സാധനങ്ങളും, ചായപ്പൊടികൾ, കിഴങ്ങുകൾ, നമുക്ക് വേണമെങ്കിൽ പുഷ്പങ്ങളുടെ ചെടികൾ, അതിൻ്റെ സീഡ്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും. അതിൻ്റെയൊക്കെ സ്റ്റാളുകൾ ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
ഇവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പാട്ട് പാടണമെങ്കിൽ പാട്ടുകട, അതിൽ മലയാളി, തമിഴൻ, കന്നഡ അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയാം, നിങ്ങളുടെ ഊഴം അനുസരിച്ച് അവിടെ കയറിയിട്ട് പാട്ടോ ഡാൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പുഷ്പമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. പുഷ്പം കൊണ്ടുണ്ടാക്കിയ മാതൃകകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാ ഇവിടെയുള്ളത് പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന ഒരു തേനീച്ചയുടേതാണെങ്കിൽ ഇതിനപ്പുറത്തുള്ളത് ക്യാരറ്റ് തിന്നുന്ന ഒരു മുയലാണ്. ഇതിന്റെ അപ്പുറത്ത് പുഷ്പം കൊണ്ട് ചെറിയ 2 പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റോസ് കൊണ്ട് മാത്രമുള്ള ഒരു വലിയൊരു ബൊക്ക, മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് പുഷ്പം കൊണ്ടുണ്ടാക്കിയ മാതൃകകൾ ഇതിനകത്തുണ്ട്. അതല്ലാതെ ഇനിയുള്ളത് ഒരുപാട് ചെറിയ ചെറിയ ഉദ്യാനങ്ങളാണ്. ഈ ചെറിയ ചെറിയ ഉദ്യാനങ്ങളിലെല്ലാം പലതരം പുഷ്പങ്ങളാണ് ഉള്ളത്. എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയില്ല. എന്തായാലും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കറിയുന്നത് വളരെ കുറച്ച് ചെണ്ടുമല്ലി, റോസ്, ഡാലിയ അങ്ങനത്തെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് പുഷ്പങ്ങളുടെ പേര് അറിയെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഷോ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ട് ഈ ഒരു ഫ്ലവർ ഷോ ഒക്കെ ഒന്ന് കാണാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീനിയയുടെ ഉദ്യാനമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്, പല തരത്തിൽ അത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ ഒരുപാട് വെറൈറ്റീസും ഇവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ ഷോ തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടക്കുന്നത്. അത്യാവശ്യം ക്രൗഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഓർണമെന്റ്സ് ഒക്കെ പരമാവധി ഒഴിവാക്കിയതിന് ശേഷം യാത്ര ചെയ്യുന്നതായിരിക്കും ഇത്രയും ക്രൗഡൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നേരെ റോസ് ഗാർഡനിലേക്ക് പോവാം. ഇവിടെ 19ാമത് റോസ് ഷോ നടക്കുന്നുണ്ട്. സേവ് വൈൽഡ് ലൈഫ് എന്ന തീം വെച്ചിട്ടാണ് ഇവിടെ റോസ് ഷോ നടക്കുന്നത്. ഇവിടേക്കുള്ള എൻട്രി ഫീ വരുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കണ്ടതുപോലെ തന്നെ ഇതിനകത്തും ഒരുപാട് പുഷ്പങ്ങൾ കൊണ്ടുള്ള മാതൃകകളുണ്ട്. ചെറിയ തത്ത, അതുപോലെ തന്നെ ഒരു കൊമ്പൻ മാത്രമല്ല, ഇതിന്റെ സൈഡിൽ ഒരു കുഞ്ഞാനയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നിൽക്കുന്ന ടൈഗറിന് കൂടാതെ കാട്ടി, അതായത് ഇന്ത്യൻ ഗൗറ്, അതുപോലെ തന്നെ മാന്, കരടി, വരയാട്, പൂക്കൂട, പിന്നെയുള്ള ചെറിയ താറാവ്, പിന്നെ വരുന്നത് ഇതാ ഒരു വലിയൊരു പറവയുടെ മാതൃകയും ഈ ഒരു റോസ് ഷോയിൽ റോസ് ഗാർഡനിലുണ്ട്. 80,000-ത്തിലധികം റോസ് കൊണ്ടാണ് ഈ ഒരു മാതൃകകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു റോസ് ഗാർഡന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മാതൃകകളാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ള് റോസ് കൊണ്ടാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബൊട്ടാണിക്കൽ ഗാർഡനിലേതുപോലെ തന്നെ ഇവിടെയും സ്റ്റേജ് ഷോകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഇനി ഇവിടെ കാണാനുള്ളത് ഒരുപാട് വെറൈറ്റി റോസുകളാണ് കേട്ടോ. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല നിറത്തിൽ, ഒരേ ഇനത്തിൽ തന്നെ പല കളറുകൾ, അങ്ങനെ ഒരുപാട് റോസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എൻജോയ് ചെയ്യാനും കഴിയും. നിങ്ങൾക്ക് ഇരിക്കാനും റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ റോസ് ഗാർഡനിൽ വരിക. റോസ് ഗാർഡനിൽ വന്നതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 6:30 വരെ നിങ്ങൾക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെലവഴിക്കാൻ കഴിയും. കാരണം അവിടെ കൂടുതൽ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഓടിക്കളിക്കാനും നമുക്കും കുറച്ച് റിലാക്സ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആണ്. പിന്നെ ഇതൊരു തട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേക ഒരു കാര്യം, നിങ്ങളുടെ ലിസ്റ്റിൽ മറ്റ് ഏരിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുക. കാരണം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇത്രേ കാണാൻ സാധിക്കും ഈ ഒരു ഫ്ലവർ ഷോയുടെ സമയത്ത്. അല്ല എങ്കിൽ തലേ ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇവിടുത്തെ ഒരു വെതർ കണ്ടീഷനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 8-ാം തീയതി മുതൽ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോടയുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ബൈക്കിൽ വരുന്നവർ ജാക്കറ്റൊക്കെ എടുക്കാൻ മറക്കരുത്. കുട്ടികൾക്കുള്ള അത്യാവശ്യം ജാക്കറ്റും തൊപ്പികളൊക്കെ കയ്യിൽ കരുതുക. പിന്നെ വെതറാണ്, നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2024 126ാമത് ഫ്ലവർ ഷോയെക്കുറിച്ചും 19ാമത് റോസ് ഷോയെക്കുറിച്ചും പറയാനുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.